ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആട്ടോ. തേങ്ങാപ്പാലിലാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുരുമുളകിൻ്റെയും പെരിഞ്ചീരകത്തിൻ്റെയും ഫ്ലേവർ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇതിന് ചപ്പാത്തിയുടെയും അതുപോലെ തന്നെ ബ്രെഡ്, ഇടിയപ്പം, പിന്നെ അപ്പം ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ഒരു അടിപൊളി കോംബോയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള അത്രയും മുട്ട പുഴുങ്ങി വെക്കുക കേട്ടോ. ഞാനിവിടെ 4 മുട്ട പുഴുങ്ങിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടുള്ള പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം സവാള ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള, പച്ചമുളക്, കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് വഴച്ചെടുക്കാം കേട്ടോ. കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പകുതി വെന്തതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതും സവാളയും കൂടി നന്നായിട്ട് മുരിഞ്ഞു വരണം. മുരിഞ്ഞു വരുന്ന പാകത്തിൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മസാലപ്പൊടി, മീറ്റ് മസാലപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ കുറച്ചുകൂടെ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ നമ്മൾ ക്രഷ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ഇത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നന്നായി 1 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം വേണം ഒഴിക്കാനായിട്ട്. നല്ല തിളച്ചിരിക്കുന്ന വെള്ളം, നമുക്ക് എന്തോരം ഗ്രേവി വേണോ അതനുസരിച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഈ മസാലകളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവുമല്ലോ. അതിനുശേഷം ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടി നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് തിളപ്പിക്കുക കേട്ടോ. മുട്ട അതിൽ കിടന്ന് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുന്നത്. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതുപോലെ ആക്കുക. ഗ്രേവി ആയിട്ട് മതിയെങ്കിൽ അതുവരെ നമ്മൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. അതല്ല ചാറായിട്ട് വേണമെങ്കിൽ നമ്മൾ എത്രത്തോളം വേണോ അതനുസരിച്ച് ചാറാക്കി എടുക്കുക കേട്ടോ. അതിനുശേഷം തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ചപ്പാത്തിക്കൊക്കെ നല്ല അടിപൊളി കോംബോ ആണ് കേട്ടോ. അതുപോലെ കുട്ടികൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ ഈ കറി. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക്